വാർത്തകളിലേക്ക്. എറണാകുളം മലയിടം തുരത്ത് പാരിത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കലിൽ സംഘർഷം. അഭിഭാഷക കമ്മീഷന്റെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരപ്പന്തലിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ചു നീക്കി. എത്ര പ്രതിഷേധിച്ചാലും കോടതി നിർദ്ദേശം നടപ്പാക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കി. കോളനി വാസികളുടെയും സമരസമിതിയുടെയും പ്രതിഷേധം മൂലം കഴിഞ്ഞ 14 തവണയും കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പോലീസ് നടപടികൾ അവസാനിപ്പിച്ചത്. മലയിടം തുരത്ത് പാരിയങ്കാവിൽ പോലീസിന്റെ ഒരു ശക്തമായ നടപടിയാണ് ഉണ്ടായത്. പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന സമരപ്പന്തലിലേക്കടക്കം ഇരച്ചു കയറുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ഇവിടെ സമരം ഇരുന്നവരെ തന്നെ വലിച്ചിഴച്ച് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ അഭിഭാഷക കമ്മീഷൻ എത്തുകയും ഈ സ്ഥലത്തിന്റെ സർവേ ജോലികൾ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധവുമായിട്ട് തന്നെ ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഇത് 15ാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ എത്തുന്നത്. ഈ കഴിഞ്ഞ 14 തവണയും നടപടികൾ ഉണ്ടായിരുന്നില്ല. പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഇന്ന് രാവിലെ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലേക്കെല്ലാം നീങ്ങുകയായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് ഇതിനകത്തേക്ക് കയറിയവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഇവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീട് ഇവരെ ഫലമായി പിടിച്ചു നീക്കുകയും അതോടൊപ്പം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു. ഇതിനിടെ തന്നെ സമരപ്പന്തലിലുണ്ടായിരുന്ന ചിലർ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനിടയിൽ ഫയർഫോഴ്സ് ഇടപെട്ടുകൊണ്ട് ഇത് നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടന്നു. ഇതിനിടയിൽ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് സമരപ്പന്തലിലേക്ക് കയറുകയായിരുന്നു. സമരപ്പന്തൽ പൂർണ്ണമായും അഴിച്ചു നീക്കിയതിനു ശേഷം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ച പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. പോലീസ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത് തങ്ങളുടെ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണത്തിന്റെ ആദ്യ ഭാഗം കടന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയപാലിനാണ് അഭിഭാഷക കമ്മീഷൻ. അദ്ദേഹം പറയുന്നത് ആദ്യ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി തുടർ നടപടികൾ എത്ര ശക്തമായാലും പ്രതിഷേധം എത്ര ശക്തമായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നടന്ന സംഭവങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി താൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഭാഗികമായിട്ട് തുടങ്ങി വെച്ചു, അത്രയും സന്തോഷം. ബാക്കി ഭാഗം സാധിച്ചിരുന്നില്ല. ഞങ്ങൾ കുറെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവർ തടസ്സം ചെയ്തു. കോടതി ഉത്തരവ് നടപ്പാക്കും. അതിന് ആരൊക്കെയാണെങ്കിൽ ശരി, കോടതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നല്ല, അവിടെ വിധിക്കടക്കാരാ തടസ്സം ചെയ്യണേ. വിധിക്കടക്കാർ തടസ്സം ചെയ്താൽ പോലീസിനോട് മാറ്റാൻ പറഞ്ഞ ഉത്തരവുണ്ട്. അതാണ് അവർ ജോലി ചെയ്യുന്നത്. വേറൊന്നും ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യും. അല്ല, എന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ നീക്കം ചെയ്യുന്നത്. എന്തായാലും ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ തന്നെയും തന്നെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരപ്പന്തലിലുണ്ടായിരുന്നവർക്ക് നേരെയാണ് പോലീസ് ഈ രീതിയിലുള്ളൊരു അതിക്രമം അഴിച്ചുവിടുന്നത്. പലർക്കും തന്നെ പോലീസിന്റെ ലാത്തി വീശൽ അടക്കമുണ്ടായിരുന്നെന്ന് അവർ പറയുന്നു. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 പേരോളം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും സർക്കാർ മാറിയ ഒരു സാഹചര്യത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. അത് സംശയത്തോടെ കാണേണ്ടതുണ്ടെന്നും സ്ഥലത്തെത്തിയ മുൻ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ പറഞ്ഞു. ഇത് ബൗണ്ടറീസ് ആക്ട് പ്രകാരം അതിർത്തികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതി ഉത്തരവുള്ളതാണ്. ആ ഉത്തരവുകളൊന്നും പാലിക്കാതെയാണ് ഇന്ന് അഭിഭാഷക കമ്മീഷനും പോലീസിന്റെയും ഒരു ഗുണ്ടാരാജ് തന്നെ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദളിതുകളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ സർക്കാരിനെ, ഈ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ദളിത് മേഖലയിൽപ്പെടുന്ന ദളിതരായിട്ടുള്ള ആളുകളെ അധികാരം കിട്ടി 2ാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഈ അഭിഭാഷക കമ്മീഷന്റെ ഒരു ആദ്യ നടപടികളാണ് പൂർത്തീകരിച്ചെങ്കിലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ്
നാട്ടുകാർ ഉള്ളത്. അവർക്കൊപ്പം തന്നെ CPM ആണ് ഈ പ്രദേശത്തോടൊപ്പം നാട്ടുകാർക്കൊപ്പം ചേർന്ന് സമരം ചെയ്യുന്നത്. നേരത്തെ എത്തിയ മുൻ MLA PV ശ്രീനിജനും ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് ഈ അഭിഭാഷക കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടയുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറും. ഈ രീതിയിലൊരു നരനായാട്ട പോലീസിനെ ഉപയോഗിച്ച് തുടരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പുതിയൊരു സമരഭൂമി കൂടി ആകുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രദേശത്തുകാരുടെ തീരുമാനം. ക്യാമറമാൻ മനോജിനും KP ധനേഷിനുമൊപ്പം ഡാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.